عليكم ورحمة الله. عليكم السلام. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونؤمن به ونتوكل عليه بأنفسنا والحضور والإخوة والأخوات، قبل الدخول إلى الخطبة أحمد الله تعالى لتوفيق قيام هذه النشاطات الدعوية في أوساط الجالية الملبارية داخل الكويت، وأيضا أنتهز هذه الفرصة لتقديم الشكر والتقدير لفضيلة الشيخ فلاح خالد المطيري رئيس لجنة القارة الهندية لجمعية التراث جمعية إحياء التراث الإسلامي الكويت لحضوره وإلقاء توصياته وتوجيهاته للقدوم على سبيل الدعوة والتبليغ إلى الله إلى كلمة التوحيد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, വളരെയധികം സന്തോഷകരമായ മനസ്സിനകത്തെ വിശ്വാസവും ആദർശവും കാത്തുസൂക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പടച്ചതമ്പുരാനോട് ഏറ്റവും ശുക്ർ ചെയ്തുകൊണ്ട് അല്ലാഹു തആലയെ സ്തുതിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ് എന്ന് നമുക്കറിയാം. കേരളത്തിലും മലയാളികൾ ജീവിതായോധനത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന കേരളത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലും ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശത്തെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ ആദർശത്തിന് പരമ പ്രാധാന്യം നൽകുന്ന, ആദർശത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തിക്കൊണ്ട് കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന, പടച്ചതമ്പുരാന്റെ സഹായം മാത്രം മുന്നിൽ കണ്ട് നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ഈ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വളരെ ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ ധാരാളം പ്രവർത്തകർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ ഈ ആദർശ കൂട്ടായ്മയ്ക്ക് തണലായി താങ്ങായി നിലനിൽക്കുന്നുണ്ട് എന്ന സന്തോഷം ഒരു ഭാഗത്ത് നമുക്കുണ്ട്. മറുഭാഗത്ത് നമ്മളേറെ സ്നേഹിക്കുകയും താലോലിക്കുകയും നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം കൽപ്പിച്ചു നൽകുകയും ചെയ്ത ആദർശപരമായ പ്രവർത്തനങ്ങൾക്കും ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾക്കുമുള്ള ഭൗതിക ചട്ടക്കൂടായി നിലകൊള്ളേണ്ട നമ്മുടെ ആദർശ സംഘടനക്കകത്ത് കയറിക്കൂടിയ ചില ആളുകൾ പടച്ചതമ്പുരാനെയും പരലോകത്തെയും വകവെക്കാതെ ചെയ്തുകൂട്ടുന്ന കുതന്ത്രങ്ങളുടെ, അനീതികളുടെ, വൃത്തിഹീനമായ പ്രവർത്തനങ്ങളുടെ ഒക്കെ ചീഞ്ഞു മാറുന്ന ദുർഗന്ധം മറുഭാഗത്ത് നമ്മൾ ആലോചനപ്പെടുത്തുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ പടച്ചതമ്പുരാന്റെ സഹായം ലഭിക്കും, അള്ളാഹു കൂടെ ഉണ്ടാകും എന്ന തിരിച്ചറിവിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്, പടച്ചതമ്പുരാൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
വളരെ പ്രധാനമായ ഒരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ടാണ് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ാകട്ടെ സമൂഹങ്ങളാകട്ടെ അവരൊക്കെ സുരക്ഷിതമായ ജീവിതത്തിന്റെ പാത ആഗ്രഹിക്കുന്നവരാണ്. അത് ഏറ്റവും സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ലോകത്ത് മുഴുവനുമുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ നാട്ടിലും വിവിധ രൂപത്തിൽ അത് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിന്റെ വലിയൊരു ഭാഗമായ സ്ത്രീ സമൂഹത്തിന് നേരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, അവർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പീഡന ശ്രമങ്ങൾ, മാനഹാനി വരുത്തുവാൻ വേണ്ടിയുള്ള വളരെ മോശമായ രൂപത്തിലുള്ള അപലപനീയമായ വിക്രിയകൾ, അത് സ്വന്തം കുടുംബത്തിൽ പോലും, സ്വന്തം മക്കളുടെ കാര്യത്തിൽ, സ്വന്തം സഹോദരന്മാരുടെ കാര്യത്തിൽ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഗൃഹനാഥന്മാർക്ക്, വീട്ടിലുള്ള പുരുഷന്മാർക്ക് കഴിയാതെ പോകുന്ന സാഹചര്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പൊതുസ്ഥലങ്ങളിൽ, വാഹനങ്ങളിൽ ഇങ്ങനെ മനുഷ്യൻ അത്യാവശ്യം അവന്റെ ഭൗതിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്ന ഏതെല്ലാം ഇടങ്ങളുണ്ടോ അവിടെയൊക്കെ മനുഷ്യൻ ഒരു വലിയ ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ലോകത്ത് നിലകൊള്ളുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന നമ്മുടെ പെൺകുട്ടികൾ അവർ സുരക്ഷിതരായി വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നതുവരെ, അവർ ഹോസ്റ്റൽ മുറികളിൽ നിന്ന് നീണ്ട ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്നതുവരെ നിർഭയമായി സമാധാനമായി ഇരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കടന്നു വരുന്നുണ്ട്. ഇവിടെ പരിഹാര ശ്രമങ്ങളെക്കുറിച്ച്, ഇത്തരം വിഷയങ്ങളുണ്ടായാൽ നടപ്പിലാക്കേണ്ട ശിക്ഷാ നടപടികളെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ വളരെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ശിക്ഷാ രീതിയാണ്, ഏത് തരത്തിലുള്ള സമീപനങ്ങളാണ് നടപ്പിലാക്കേണ്ടതിനെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ ലോകവ്യാപകമായി നടക്കുന്നുണ്ട്. ഏറ്റവും അധികം അത്തരം ചർച്ചകൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈ അടുത്തുണ്ടായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യന് കേവലം ഇത്തരം ഭൗതികമായ ചില പ്രശ്നങ്ങളിൽ നിന്ന് മാത്രമല്ല, മനുഷ്യനെ മതിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും അവന് മോചനം നൽകുവാൻ, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന അവന്റെ സകല സുരക്ഷിതത്വ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന ആദർശമെന്തെന്ന് ലോക സമൂഹത്തെ പരിചയപ്പെടുത്തുവാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം ഇസ്ലാം മതത്തിന് മാത്രമാണ് ഉള്ളത് എന്ന തിരിച്ചറിവാണ് ഇത്തരം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ഇത്തരം ഒരു പ്രമേയത്തിന്റെ രൂപീകരണത്തിന് പിന്നിലുമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയ്യുൽ ഫരീഖൈനി അഹഖ്ഖു ബിൽ അംൻ ഇൻ കുൻതും തഅലമൂൻ. ആർക്കാണ് നിർഭയത്വം ഉണ്ടാവുക, സുരക്ഷിതത്വ ജീവിതം ആർക്കാണ് പടച്ചതമ്പുരാൻ വിധിച്ചിട്ടുള്ളത്? അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അമ്നുണ്ടാവേണ്ടത്, സുരക്ഷിതത്വം ഉണ്ടാവേണ്ടത് ഈമാനിൽ നിന്നാണ്, വിശ്വാസത്തിൽ നിന്നാണ്. കറകളഞ്ഞ വിശ്വാസമുള്ളവർക്ക് മാത്രമേ നിർഭയമായ, സുരക്ഷിതമായ, ഭയരഹിതമായ ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ബോധം നമുക്കുള്ളതുപോലെ തന്നെ ആ ഒരു ബോധ്യത്തിലേക്ക് ലോക സമൂഹത്തെ, ജനതതികളെ, മനുഷ്യ സഹോദരങ്ങളെ, നമ്മുടെ സഹജീവികളെ ക്ഷണിക്കുക, അവർക്കത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. വിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിൽ ആധാരമായ മുഴുവൻ കാര്യങ്ങളും അപ്പടി പ്രമാണബദ്ധമായി വിശ്വസിക്കുകയും അതിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു സന്ദേഹവുമില്ലാതെ ഉൾക്കൊള്ളുകയും ആ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ആ വിശ്വാസത്തെ ഹനിക്കുന്ന മനുഷ്യന്റെ ഇസ്ലാമികമായ നിലപാടിനെ തന്നെ തകർക്കുന്ന അതിക്രമം, ശിർക്ക്, ബഹുദൈവാരാധന ഒരു കാരണവശാലും കടന്നു വരികയും ചെയ്യുമ്പോൾ ഉലൈക ലഹുമുൽ അംന്, അവർക്ക് മാത്രമാണ് നിർഭയത്വമുള്ളത്, അവർക്ക് മാത്രമാണ് പേടികൂടാതെയുള്ള ജീവിതമുള്ളത്, അവർക്ക് മാത്രമാണ് സുരക്ഷിത ജീവിതത്തിന്റെ ഭൂമിക തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. വഹും മുഹ്തദൂൻ, അവർ മാത്രമാണ് സന്മാർഗചാരികൾ എന്ന പടച്ചതമ്പുരാന്റെ ആ ഒരു വചനം, അതാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ, ഇത്തരം പ്രബോധന മേഖലയിൽ അതിന്റെ ആധാരശിലയായി, അടിത്തറയായി വർത്തിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ സുരക്ഷിത പാതയിലേക്ക് മനുഷ്യരാശിയെ ക്ഷണിക്കുവാൻ വിധിക്കപ്പെട്ടവർ, അതിനുവേണ്ടി കൽപ്പിക്കപ്പെട്ടവർ, ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ചുമതല നിർവഹണത്തിന്റെ പാതയിൽ ഏതു കാലത്തും
വൈതരണികളും ബുദ്ധിമുട്ടുകളും പ്രാതികൂല്യങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിലെ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ, സലഫി ദഅവത്തിന്റെ ചരിത്രമാണ്. എപ്പോഴും വിശാലമായ രാജപാത ഒരുക്കി എല്ലാവരുടെയും ആശീർവാദവും അംഗീകാരവും ലഭിച്ച് എല്ലാവരും ആനുമോദിച്ചും ആശീർവദിച്ചും കൊണ്ട് കടന്നുപോയ ചരിത്രം ലോകത്ത് പ്രവാചകന്മാരുടെ പ്രബോധന പാതയിൽ കടന്നു വന്നിട്ടില്ല. ലോകത്ത് പ്രബോധകന്മാരായ മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിത ശിരോമണികളുടെ ചരിത്രത്തിൽ എവിടെയും അത് കാണാൻ കഴിയില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ, ആന്തരികവും ബാഹ്യവുമായ പല നിലക്കുള്ള കുഴപ്പങ്ങൾ. അതിനിടയിലൂടെ തന്നെയാണ് അവരൊക്കെ ലോകത്ത് തങ്ങളുടേതായ സംഭാവനകൾ നിർവഹിച്ചുകൊണ്ട് അവർ കടന്നുപോയിട്ടുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ അവർ തങ്ങളിൽ അർപ്പിതമായ ദൗത്യം അത് പൂർണ്ണമായി നിർവഹിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പാതയിൽ തന്നെയാണ് നമ്മളുള്ളതെങ്കിൽ, അവർ പോയ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ സ്വർഗത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുവാൻ സന്നദ്ധരാണെങ്കിൽ, പരീക്ഷണങ്ങളെ ക്ഷമയവലംബിച്ചുകൊണ്ട് അഭിമുഖീകരിക്കുവാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ അവകാശികളാകാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ അതിന്റെ ദീപശിഖ മറ്റാരെങ്കിലും ഏറ്റെടുക്കും. നമ്മൾ ദീനിന്റെ വഴിയിൽ നിന്നും ആദർശത്തിന്റെ പാതയിൽ നിന്നും പതിയെ പതിയെ നമ്മളുടെ കേവലമായ ഭൗതിക ജീവിതത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ, നമ്മളുടെ കേവലമായ ചില പ്രശ്നങ്ങളിൽ കറങ്ങി തിരിയുന്നവരായി നമ്മൾ അകപ്പതിക്കുമെന്നുള്ളത് ദീനീ ആദർശത്തെ മറികടന്നുകൊണ്ടും വലിച്ചെറിഞ്ഞുകൊണ്ടും ഭൗതിക താൽപര്യങ്ങളുടെ പിറകെ പോയിട്ടുള്ളവർക്ക് ലോകത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരവസ്ഥയാണെങ്കിൽ, ദുരന്തമാണെങ്കിൽ, സഹോദരങ്ങളെ, ഈ സുരക്ഷിത പാതയായ ഇസ്ലാമിനെ ലോക സമൂഹത്തിന് മുന്നിലും ഏറ്റവും ഗൗരവമായി പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. അവിടെ ഡൽഹിയിലെ ഒരു ബസ്സിൽ വെച്ച് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അടുത്ത ഒരു സംഭവം ഉണ്ടാകുന്നതുവരെ, അടുത്ത ഒരു ഇഷ്യൂ വരുന്നതുവരെ അത് നമ്മുടെ മാധ്യമങ്ങൾക്കകത്ത് നിറഞ്ഞു നിന്നേക്കാം. അത് നമ്മുടെ പത്രക്കാർക്ക് വലിയ വാർത്തയായി മാറിയേക്കാം. പക്ഷേ ഡൽഹിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഈ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ലേ? വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് നേരെ സമൂഹത്തിലെ ഉന്നതമായ ആഭിജാത്യമുള്ള തറവാടുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു പ്രത്യേകമായ അതിക്രമം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല, മാത്രം സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടതല്ല നമ്മുടെ ധാർമ്മിക ബോധമെന്ന് പറയുന്നത്. മറിച്ച് ആര് കാണുന്നുണ്ടെങ്കിലും ആര് കാണുന്നില്ലെങ്കിലും പടച്ചതമ്പുരാൻ എന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ആ പടച്ചതമ്പുരാന്റെ സുരക്ഷിത ഭവനമായ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഞാൻ കഴിയുന്ന വിധം മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്നും മറ്റുള്ളവരുടെ അഭിമാനത്തെയോ വ്യക്തിത്വത്തെയോ സമ്പത്തിനെയോ രക്തത്തെയോ ഹനിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും വിശ്വാസിയായ എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ ഒരു കാരണവശാലും എനിക്ക് അനുവാദമില്ലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസി സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ആ വിശ്വാസത്തിന്റെ രജതപാതയെ സംബന്ധിച്ച് മാനവരാശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് സത്യം. പടച്ചതമ്പുരാന് മാത്രമേ ലോകത്തെ നിർഭയത്വം, സുരക്ഷിതത്വം, മനുഷ്യന് പേടികൂടാതെയുള്ള ജീവിതം സമ്മാനിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ സഹോദരങ്ങളെ, കേവലം ഉപരിപ്ലവമായ ചർച്ചകളുടെ പിന്നാലെ പോയി സമയം അപഹരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുവാൻ മാന്യതയുള്ളവർക്ക്, സമൂഹത്തിന്റെ മുന്നിൽ നടക്കുന്നവർക്ക് സാധിക്കണമെന്നാണ് വിനീതമായി നമുക്ക് പറയാനുള്ളത്. കേവലം സ്ത്രീകളുമായി ബന്ധപ്പെട്ട, പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല, മാനവരാശി അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളല്ല, ഇതിന് സമാനമായ എന്തെല്ലാം സംഭവങ്ങൾ മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ, ഇനി സംഭവിക്കാനിരിക്കുന്നുണ്ടോ, അതിനെല്ലാം കൃത്യമായ പരിഹാരം മതം മുന്നോട്ട് വച്ചിട്ടുണ്ടെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ നമുക്ക് കഴിയണം. അത് ഈ വിഷയത്തിൽ മാത്രം ലോകം അംഗീകരിച്ചതുകൊണ്ട് അത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ വലിയ ആശ്വാസമോ സമാധാനമോ തോന്നും. ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കണം, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ലോകത്ത് പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുമുള്ളതുപോലെയുള്ള ശിക്ഷാ നടപടികൾ അത് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് മതത്തിനോട് പ്രതിബദ്ധതയില്ലാത്ത ചില ആളുകൾ വളരെ ഗൗരവമായി വാദിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ആശ്വാസം തോന്നുന്നുണ്ട്, നമുക്ക് വല്ലാത്ത സമാധാനം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് അത് മാത്രം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയാൽ മതി എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് ആ പ്രശ്നത്തിനുള്ള ഒരു താൽക്കാലികമായ പരിഹാരം ഉണ്ടാകുമെന്നല്ലാതെ
മാനവരാശി അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, അതെല്ലാം ഇതുപോലെ ഭൗതികമായി കൊള്ളണമെന്നില്ല. അവന്റെ ആത്മാവ് അനുഭവിക്കുന്ന ആത്മീയമായ പ്രശ്നങ്ങളുണ്ട്, അവന്റെ ഉള്ളിൽ നീറുന്ന മാനസികമായ പ്രശ്നങ്ങളുണ്ട്, അവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ വ്യവസായ മേഖലയിലെ, അവന്റെ ജോലി സ്ഥലത്തെ, അവന്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അവന്റെ കുടുംബത്തിനകത്ത്, കുടുംബമെന്ന എസ്റ്റാബ്ലിഷ്മെന്റിനകത്ത് അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞറിയിക്കുന്നതും വിവരിക്കുവാൻ കഴിയാത്തതുമായ എന്തെല്ലാം ചെറുതും വലുതുമായ സങ്കീർണവും ലളിതവുമായ പ്രശ്നങ്ങളിലൂടെയാണോ മാനവരാശി കടന്നു പോകുന്നത്? അത്തരം സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇസ്ലാം മാത്രമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇത്തരം സംഭവങ്ങളുടെ മുന്നിൽ വെച്ച് നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ തയ്യാറാകണം. നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആരുണ്ടാകും ഇത്തരം പ്രവർത്തനങ്ങളുടെ പിറകെ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ശത്രുക്കളല്ല നമ്മുടെ അജണ്ട തീരുമാനിക്കേണ്ടത്, നമ്മുടെ പ്രതിയോഗികളല്ല നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത്. നമ്മൾ എവിടെ കറങ്ങി നടക്കണമെന്നും നമ്മളുടെ ഏതെങ്കിലുമൊക്കെ നിസ്സാരമായ വ്യക്തികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗൂഢശ്രമങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ചില ആളുകൾ, ആദർശബോധമില്ലാത്ത ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചില ൾക്ക് വേണ്ടി നമ്മളുടെ വിലപ്പെട്ട സമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. ഇവിടെ ഇസ്ലാം എന്ന സത്യത്തിന്റെ പാത മനസ്സിലാക്കിയിട്ടില്ലാത്ത ഇരുട്ടിൽ കഴിയുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേദന നിറയുകയാണ്. കാരണം അവരെല്ലാം മുസ്ലിങ്ങളായി ജനിച്ചവരാണ് എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട്. അവരൊക്കെ ജനിച്ചത് മുസ്ലിങ്ങളായിട്ടാണ്. ലോകത്തുള്ള മുഴുവൻ കോടി മനുഷ്യരും ജനിച്ചത് മുസ്ലിങ്ങളായിട്ടാണ്. പക്ഷേ ആ ഇസ്ലാമികമായ ഒരു ജന്മവും ഇസ്ലാമികമായ ജീവിതവും ആരംഭം കുറിച്ചിട്ട് അവസാനം അത് അനിസ്ലാമികമായ തലത്തിലേക്ക് അവരുടെ സാഹചര്യങ്ങളും മാതാപിതാക്കളും കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ജനിച്ചു വീണ അവരുടെ പ്രകൃതി മതത്തിലേക്ക്, അവർ പിറന്നു വീണ അവരുടെ സ്വാഭാവികമായ മതത്തിന്റെ രാജപാതയിലേക്ക് അവരെ ക്ഷണിക്കുക എന്ന വളരെ ലളിതമായ ഒരു ഉത്തരവാദിത്വം ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ കഴിയുന്നത് പോലെ ലോകത്തിലൊരു മതത്തിന്റെയും പ്രബോധനമോ പ്രവർത്തനമോ നിർവഹിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യരെ നമ്മൾ ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ മതത്തിലേക്കാണ്. മനുഷ്യരെ നമ്മൾ വിളിക്കുന്നത് അവർ പിറന്നു വീണ മതത്തിലേക്കാണ്. മനുഷ്യരെ നമ്മൾ വിളിക്കുന്നത് സാക്ഷ്യം വഹിക്കുവാൻ, നമ്മുടെ കേരളക്കരയിലെ ഇസ്ലാമിക പ്രബോധന ഭൂമികയെ മലിനമാക്കുവാൻ ചില ആളുകൾ മാസങ്ങളായി, വർഷങ്ങളായി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ അതിന്റെ ഏറ്റവും മോശമായ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് വേദന കടിച്ചമർത്തിക്കൊണ്ട് മാത്രമേ നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ കഴിയുകയുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലുണ്ട്, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇസ്ലാമി പ്രസ്ഥാന പ്രവർത്തന രംഗത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും അവർ ഏത് ആദർശത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്, അവർ ഏതൊരു വിഷയത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, ആ വിഷയത്തിൽ നിന്ന് അവർ വഴുതി മാറിയിരിക്കുന്നുവെന്നും അവരൊക്കെ ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണെന്നും അവരൊക്കെ ശിർക്കിന്റെ പ്രചാരകരാണെന്നും അവർ തൗഹീദിൽ നിന്നൊക്കെ സ്ഥാനഭ്രംശം സംഭവിച്ചിരിക്കുന്നുവെന്നൊക്കെയുള്ള ജൽഫലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഇടവന്നപ്പോ നാട്ടിലെ സാമൂഹികമായ ബന്ധമുള്ള ഒരു വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നമ്മുടെ നാട്ടിലെ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ ഈ പറയുന്ന വാദമുണ്ട്? സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ അവർ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. ആ ശിർക്ക് ചെയ്യുന്ന സുന്നി സഹോദരങ്ങൾ അവർ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ ജിന്നുകളെ വിളിച്ച് സഹായം തേടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, മറുപടിയില്ല. അവർ മനുഷ്യരെയാണ് വിളിക്കുന്നത്. അവർ പോലും മനുഷ്യരെയാണ് വിളിക്കുന്നത്. മമ്പുറത്തെ തങ്ങളെയോ മൊഹീദ്ദീൻ ശേഖിനെയോ മുനമ്പത്തെ ബീവിയെയോ അതുപോലെയുള്ള മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരായ മനുഷ്യരെയാണ് സുന്നി സഹോദരങ്ങൾ പോലും വിളിക്കുന്നത്. അങ്ങനെ ശിർക്കുണ്ട് എന്ന് നമ്മൾ പറയുന്ന സുന്നി സഹോദരങ്ങൾ പോലും ജിന്നിനെ വിളിക്കുന്നില്ലെങ്കിൽ ആ സുന്നി സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന തൗഹീദി പണ്ഡിതന്മാരാണോ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനും സഹായം തേടാനും അവരെ ജിന്നുകളുമായി ബന്ധം പുലർത്താനും ഒക്കെ പ്രചരിപ്പിക്കുന്നതെന്ന് ആര് വിശ്വസിക്കും? എത്ര വലിയ ഉയർച്ചയിൽ സംസാരിച്ചാലും എത്ര വലിയ ആളുകൾ പറഞ്ഞാലും കേരളത്തിലെ നിസ്വാർത്ഥരായ സലഫി പണ്ഡിതന്മാരെ കുറിച്ച് ഈ പറയുന്ന ആരോപണം അതിതാ ഓരോ ദിവസവും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് നിഷ്ഫലമായി കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. സഹോദരങ്ങളെ, വിജനപ്രദേശത്താണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും പുഴക്കരയിൽ ചാടിയാലും കടലിന്റെ നടുവിൽ ചെന്നാലും അള്ളാ അള്ളാ അള്ളാ, അള്ളാനെ മാത്രം വിളിക്കണം, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനോട് മാത്രം സഹായം തരണമെന്ന ഈ കലിമത്ത് തൗഹീദിന്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗവുമായി കടന്നു ചെന്ന് അതിന്റെ അധികാര സ്ഥാനങ്ങളിൽ അങ്ങനെ സ്വസ്ഥമായിരിക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ ജനങ്ങളെ മുഴുവനും നിങ്ങൾക്ക്
പല കാരണങ്ങൾ പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ കഴിയും. പക്ഷേ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തെ അതിനെ തടുക്കാനും പ്രതിരോധിക്കാനും ഇല്ലാതെയാക്കാനും നിങ്ങളുടെ കുതന്ത്രകൾ കൊണ്ട് വാർവലകൾ കൊണ്ട് കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ചരിത്രം, അവിടുത്തെ പ്രബോധന പ്രവർത്തനത്തിന്റെ പരമ്പര പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനാപരമായ വിലക്കുകളുണ്ട്, അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള പ്രതിരോധങ്ങളുണ്ട്, ഔദ്യോഗികതയുടെ പേരിലുള്ള പല പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പറ്റം നിഷ്കളങ്കരായ പ്രവർത്തകർ അല്ലാഹുവിന്റെ ദീന് തുറന്നു പറയാൻ രംഗത്ത് വന്നപ്പോൾ ഇന്ന് കേരളക്കരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം എന്താണെന്ന് തിരിച്ചറിയുകയാണ്. തെറ്റിദ്ധാരണ പരത്തിയിരുന്നവർ അവർ പറയുന്ന വാദങ്ങൾ ഓരോന്നോരോന്ന് തിരുത്തിയിരിക്കുകയാണ്. അവസാനം അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ഈ കാര്യം നേതൃത്വം ഈ വിഷയം വിശദീകരിക്കാൻ കഴിഞ്ഞിട്ട് മറുഭാഗത്തു നിന്ന് ഒരു പണ്ഡിതനെ വാടകയ്ക്ക് കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ടാണ് ഇപ്പോൾ പ്രസംഗിപ്പിക്കുന്നത്. എത്ര ഖേദകരമാണ്! ഈ പ്രസ്ഥാനത്തിന് നൂറുകണക്കിന് പണ്ഡിതന്മാരുണ്ടായിട്ട്, ഈ പ്രസ്ഥാനത്തിന് നൂറുകണക്കിന് പ്രബോധകന്മാരുണ്ടായിട്ട് ഒരാൾക്ക് പോലും വിശദീകരിക്കാൻ കഴിയാതെ ഹദീസ് നിഷേധവും അഖ്ലാനിയത്തുമായി നടന്ന ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൽ നിന്ന് ഒരാളെ താൽക്കാലികമായി വാടകയ്ക്കെടുത്തിട്ട് അയാളുടെ ചീരുവികൾ കേൾക്കണം, അയാളുടെ പ്രസംഗത്തിലേക്ക് വരണം, അയാളുമായി വാദപ്രതിവാദം നടത്തണം എന്ന് പറയുന്നവർ ആലോചിക്കേണ്ടത് അവർ പറയുന്ന ജിന്നിയത്തുലമ എവിടെ പോയി എന്നുള്ളതാണ്. അവർ പറയുന്ന മറ്റു പണ്ഡിതന്മാർ എവിടെ പോയി എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ആദർശം നമ്മുടെ പ്രസംഗപീഠങ്ങളിൽ പ്രസംഗിക്കുവാൻ അവസരം കൊടുത്തിട്ട് കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകന്മാരെ മുഴുവനും വിഡ്ഢികളാക്കി മാറ്റാമെന്ന് വിചാരിക്കേണ്ട. ആദർശത്തിന്റെ പാതയിൽ വെല്ലുവിളികൾക്ക് നമ്മൾ കൂട്ടുനിൽക്കുന്നില്ല, ഒരു ഭിന്നത്തിന് നമ്മൾ ആക്കി നിൽക്കുന്നില്ല, ഒരു തരത്തിലുള്ള പ്രശ്നത്തിന് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. വിട്ടുവീഴ്ചയുടെ, ക്ഷമയുടെ, വിശാല മനസ്കതയുടെ ഏറ്റവും അവസാനത്തെ പടി വരെ നമ്മൾ കാത്തു നിൽക്കുകയാണ്. പ്രശ്നമുണ്ടാക്കണമായിരുന്നെങ്കിൽ, ഈ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കണമായിരുന്നെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ച ആളുകൾ പല കാരണങ്ങൾ തന്നപ്പോഴും ആ കാരണങ്ങളിൽ ഒന്നും കേരളത്തിലെ സലഫി സഹോദരന്മാർ വീണുപോയിട്ടില്ല. അതിൽ അവരാരും അബദ്ധത്തിൽ ചെന്നുപെട്ടിട്ടില്ല. ഏറ്റവും അവസാനം ഒരു സംഘടനാപരമായ മാനദണ്ഡവും പാലിക്കാതെ ഒരു ഭരണഘടനാ സംവിധാനമുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രജിസ്റ്റർ ചെയ്ത സംഘടന അതിന്റെ ISM-ന്റെയും USM-ന്റെയും ഘടകങ്ങളെ ശാഖാതലം വരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുകയാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് ISM എന്ന് പറയുന്ന യുവജന സംഘടനയിലെ വെറും 35 പേരെ പുറത്താക്കുന്നതിന് വേണ്ടി ഭരണഘടനാപരമായി സ്വീകരിച്ച ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അവരുമായി ഉള്ള തെളിവെടുപ്പുകൾ നടത്തുന്നു, അന്വേഷണ കമ്മീഷൻ നിയോഗിക്കുന്നു, ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നു, എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു, അവരെ വിളിച്ചു വരുത്തി വിവരം അറിയിക്കുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, തിരിച്ചുവിടാനുള്ള യോഗം പത്രദ്വാര പരസ്യപ്പെടുത്തുന്നു. ഇതൊന്നും ചെയ്യാതെ ഒരു വെള്ളക്കടലാസിൽ ഇങ്ങനെ തിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ സംഘടനയെ പുലർത്തുവാൻ ശ്രമിച്ചവർ അവർ വിചാരിച്ചത് ഈ സംഘടനയെ ആദർശ രംഗത്ത് നിൽക്കുന്നവർ തങ്ങളുടെ അജണ്ടകൾക്ക് തടസ്സമാണ്, തൗഹീദുള്ള പണ്ഡിതന്മാർ തങ്ങളുടെ അജണ്ടകൾക്ക് തടസ്സമാണ്, നിസ്വാർത്ഥരായ സാധാരണക്കാർ തങ്ങളുടെ അജണ്ടകൾക്ക് തടസ്സമാണ്. അതുകൊണ്ട് ISM-നെയും MSM-നെയും തിരിച്ചുവിട്ടാൽ നാളെ പിറ്റേന്ന് പുതിയൊരു സംഘടനയെ രൂപീകരിച്ച് അവർ മാറിപ്പോയിക്കൊള്ളുമെന്ന് വിചാരിച്ചവർ മനസ്സിലാക്കേണ്ടത്, സ്നേഹപൂർവ്വം നമുക്ക് പറയാനുള്ളത്, കേരള നബുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്, ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില വ്യക്തികൾക്ക് ലഭിച്ച സ്വകാര്യമായ സമ്പാദ്യമല്ല. അത് മുൻഗാമികളായ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു നിലക്കുമുള്ള പേരും പ്രശസ്തിയും അംഗീകാരവും ഇല്ലാത്ത കാലത്ത് ഒരുപാട് അധ്വാനങ്ങൾ സഹിച്ച്, ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിച്ച്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങി അവരുടെ പ്രാർത്ഥന കൊണ്ട് വളർന്നുണ്ടായ ഈ പ്രസ്ഥാനത്തെ, അല്ലാഹുവിന്റെ ഈ ആദർശത്തെ അത് ലോകാവസാനം വരെ നിലനിർത്തേണ്ടത് പടച്ചതമ്പുരാന്റെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ട് ആദർശം എവിടെയുണ്ടോ, ആദർശ സ്നേഹികൾ എവിടെയുണ്ടോ അവിടെ അല്ലാഹുവിന്റെ പ്രസ്ഥാനമുണ്ടാകും, അവിടെ പടച്ചതമ്പുരാന്റെ സഹായം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുന്ന നിമിഷങ്ങളാണ്. നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ നാട്ടിലുള്ള ഞങ്ങളെക്കാൾ കൂടുതൽ പെട്ടെന്ന് അറിയുന്നവരാണ് നിങ്ങൾ. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, എന്തെല്ലാം പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ഈ സലഫി ദഅവത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താമെന്ന് ആര് വിചാരിക്കുന്നുണ്ടോ അവർ അതിനുവേണ്ടി നടത്തുന്ന അധ്വാനങ്ങൾ അവർക്ക് വിഫലമായി പോകും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത്തരം അജണ്ടകൾ ഉണ്ടാക്കിവെച്ച്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിവെച്ച് അത്തരം പ്രശ്നങ്ങളുടെ വലയത്തിൽ ഇങ്ങനെ ഞങ്ങൾ പെട്ടുപോകുമെന്നും
ഞങ്ങൾ നടത്തേണ്ട ആദർശ പ്രബോധനം ഇന്നാട്ടിലെ മുസ്ലിം സഹോദരങ്ങളോട് നമ്മൾ നിർവഹിക്കേണ്ട ഈ ആദർശ ദഅവത്ത് അത് നമ്മൾ നിർത്തിവെക്കുമെന്ന് സ്വപ്നം കാണുന്നവർ അവർ പിശാചിന്റെ കൂട്ടാളികളാണ്. അവരാരാണെങ്കിലും അത്തരം സ്വപ്നങ്ങൾ അത് വിഫലമായി പോകും. എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ആ പ്രതിസന്ധികളെ അത് കൈകാര്യം ചെയ്യേണ്ട രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് അതിശക്തമായ ദഅവാ പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ സലഫി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ നാളുകളിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ലൈറ്റ് എക്സിബിഷൻ, ഇൻസൈറ്റ് എക്സിബിഷൻ അടക്കമുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളുമായി അതിശക്തമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം മാത്രമേ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകളോട് വളരെ വിനയത്തോടെ നമുക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് സംഘടന പിടിച്ചെടുക്കണോ? ഞങ്ങൾക്ക് തടസ്സമില്ല. നിങ്ങൾക്ക് അധികാര സ്ഥാനങ്ങൾ വേണോ? ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് സാമ്പത്തികമായ ആരോപണങ്ങൾ ഉന്നയിക്കാം, ഞങ്ങൾക്ക് നേരെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം, ഞങ്ങൾക്ക് നേരെ സംഘടനാപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മാവിനേക്കാളും ഞങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം ഭാര്യ സന്തതികളെക്കാളും സ്നേഹിക്കുന്ന ഈ ആദർശത്തിൽ നിന്ന്, ഈ ആദർശത്തിന്റെ വിഷയത്തിൽ ഈ തൗഹീദ് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെപ്പറ്റി കള്ള ആരോപണം ഉന്നയിച്ചാൽ ഇല്ല, ഒരു സാധാരണ സലഫി പ്രവർത്തകർ അത് സഹിക്കാൻ കഴിയില്ല. ആ ആദർശത്തിന്റെ വിഷയത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആരോപണം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. സംഘടനയിൽ പുറത്താക്കാൻ എന്തെല്ലാം വഴികളുണ്ട്. എന്തിനാണ് വെറുതെ ഈ വിശ്വാസരായ നിഷ്കളങ്കരായ പ്രവർത്തകരെ ആദർശ വ്യതിയാനം ആരോപിച്ചുകൊണ്ട് പിന്നാലെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സഹോദരങ്ങളെ, കുവൈറ്റിലെ സലഫി സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മറുനാട്ടിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ ഉപജീവന മാർഗത്തിനാണ്. ഈ രാജ്യത്തിന്റെ നിയമങ്ങളും ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ സംവിധാനവും ഇന്ത്യയിലെ സ്വതന്ത്രമായ സംവിധാനങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുത്തെ ഒരു തീരുമാനം വന്നാൽ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. ഇവിടെ നമുക്കൊരു സമരം വിളിക്കാൻ കഴിയില്ല, ഇവിടെ നമുക്കൊരു ഇഞ്ചിൽ അഭിനയിക്കാൻ കഴിയില്ല. നമ്മളെ കാത്ത് പ്രതീക്ഷയോടെ കഴിയുകയാണ് നമ്മുടെ കുടുംബം. ആ കുടുംബത്തിന് വേണ്ടിയുള്ള ഉപജീവനത്തിന് വേണ്ടിയുള്ള പടയോട്ടത്തിനിടയിൽ നമുക്ക് നിശ്ചയം വരുന്ന സമയം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല, നമ്മളിവിടെ ഫിത്ന പരത്തുകയല്ല, നമ്മളിവിടെ ശിർക്ക് പരത്തുകയല്ല. ഇവിടെയുള്ള ഓരോ ഫ്ലാറ്റിലും ഓരോ വീട്ടിലും കയറിച്ചെന്ന്, ഓരോ ഓഫീസിലും കയറിച്ചെന്ന് നാട്ടിന്റെ ഭൂതഭാഗങ്ങളിൽ വന്ന് താമസിക്കുന്ന മലയാളികളായ അന്യ മതസ്ഥർ പോലുമായ സഹോദരങ്ങളെടുത്ത് കടന്നിയെന്ന് ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ഇസ്ലാം തുറന്നു പറയാൻ ലോകത്തൊരു രാഷ്ട്രത്തിലുമില്ലാത്ത സംവിധാനം പടച്ചു കൊണ്ടുവരാൻ അനുഗ്രഹത്താൽ, അതിനുശേഷം നമ്മളുടെ മഹാന്മാരായ ഇവിടുത്തെ നേതാക്കളുടെ പരിശ്രമത്താൽ വലിയ സാഹചര്യങ്ങൾ നമുക്ക് തുറന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഖുത്ബ പറയുന്ന പള്ളികളുണ്ട്, നമ്മളുടെ ഖുർആൻ ക്ലാസുകളുടെ സംവിധാനങ്ങളുണ്ട്, നമ്മളുടെ ദീനീ പ്രബോധന പ്രചാരണ പരിപാടികൾക്കും സമ്മേളനങ്ങൾക്കും അങ്ങേയറ്റത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ നാടിന്റെ സ്വാതന്ത്ര്യം, ഈ നാട് നൽകുന്ന ഈ അനുകൂലാവസ്ഥ, അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ വിശ്വസിക്കുന്ന ആദർശം അത് സത്യസന്ധമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ ഈ സംഘടനയോടോ സംഘടന ആദർശത്തോടോ ഈ സംഘടന പുലർത്തുന്ന ഈ ആദർശ നിലപാടിനോടോ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, ആർക്ക് വിയോജിപ്പുണ്ടെങ്കിലും ആ വിയോജിപ്പ് അത് സത്യമാണെന്നോ അത് ഉൾക്കൊള്ളാൻ തങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നോ വിശ്വസിച്ച് അവരുടെ പ്രവർത്തനങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാം. അതല്ലാതെ നാട്ടിലൊക്കെ ചില ആളുകൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയുള്ള മറ്റ് ശ്രമങ്ങളുമായി നമ്മൾ കടന്നു വന്നാൽ അത് എല്ലാവർക്കും പൊതുവായി ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്ന ഒരു പക്വതയുടെ തിരിച്ചറിവെങ്കിലും ഉണ്ടായി ഒരു ഗുണകാംക്ഷയോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മൾ നടത്തുന്ന ഈ ദഅവാ പ്രവർത്തനങ്ങൾ ഈ കേരളക്കരയിൽ നിന്നുപോയാൽ, ഈ കുവൈറ്റിന്റെ പ്രദേശത്തിൽ നിന്നുപോയാൽ അതിന്റെ നഷ്ടം അത് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളായിരിക്കും. അതിന്റെ ലാഭം ഇസ്ലാമിന്റെ ശത്രുവായ പിശാചിനായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രംഗത്ത് അതിശക്തമായി നമ്മൾ മുന്നോട്ട് പോകണം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പല നിലക്കുള്ള പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഉപരോധങ്ങളും ഉണ്ടായിട്ട് പോലും അതൊന്നും വകവെക്കാതെ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിശക്തമായിട്ടിടുന്ന നാട്ടിൽ MSM എന്ന് പറയുന്ന ഔദ്യോഗികമായ സംഘടന നടത്തുന്ന പ്രോഫ്കോൺ മലപ്പുറത്തിച്ച് നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒരു കാരണവശാലും MSMന്റെ പേരോ MSMന്റെ ലെറ്റർ MSMന്റെ ഔദ്യോഗികമായ നാമമോ സ്വീകരിക്കാൻ ഒരു നിയമപരമായ ഒരു അവകാശവുമില്ലാത്ത, ധാർമ്മികമായ അവകാശം പോട്ടെ, മതപരമായ അവകാശം പോട്ടെ, സംഘടനാപരമായ ഒരു അവകാശവുമില്ലാത്ത ചില ആളുകൾ, ചില ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ആശീർവാദത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഈ സ്വസ്ഥമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി
ശ്രമിക്കുന്നുണ്ട്. MSM എന്ന് പറയുന്ന ഔദ്യോഗികമായ സംവിധാനം, അതിനെ പിരിച്ചുവിട്ട നിയമ നടപടി അത് അംഗീകാരയോഗ്യമല്ലെന്നും നിയമവിരുദ്ധമാണെന്നും എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ജനങ്ങൾ മുഴുവൻ ബോധ്യമുള്ളതാണ്. അത് ചെയ്തവർക്കും അതറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ അത് ബോധ്യപ്പെടുത്തിയതാണ്. ഒരു സംഘടനയെ പിരിച്ചുവിടുമ്പോൾ, ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഉള്ള വിഷയമായതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു കത്ത് KNUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ കിട്ടിയ ഉടനെ ഈ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിച്ച നിലപാട് KNUവിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് ഇതിന് സാധ്യതയില്ലാത്തതാണ്, അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ആ തീരുമാനം പുനഃപരിശോധിച്ച് പിൻവലിച്ച് ഈ MSMന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കണം. ഈ ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ MSM ഔദ്യോഗികമായി തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് കാണിച്ചുകൊണ്ട് രജിസ്റ്റേർഡ് തപാലിൽ KNUവിന്റെ എക്സിക്യൂട്ടീവ് എടുത്ത ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ നൽകിക്കൊണ്ട് തൊട്ടു മുകളിലുള്ള അപ്പീലറ്റ് ബോഡിയായ KNUവിന്റെ സംസ്ഥാന കൗൺസിലിന് പരാതി കൊടുത്തിരിക്കുകയാണ്. ആ പരാതിയിൽ തീരുമാനമുണ്ടായി. നിയമപരമായി അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ MSMന്റെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മളാണ്. ആ MSMന്റെ സംസ്ഥാന കമ്മിറ്റി നേരത്തെ പ്ലാൻ ചെയ്ത പ്രോത്കോണാണ് മലപ്പുറത്ത് നടക്കുന്നത്. അതേ സമയത്ത് ഇത്തരം ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ചില പാദസേവകന്മാർ അവർ ഉണ്ടാക്കി വെച്ച ചില ചെറിയ പേരുകളിലുള്ള ചില സംവിധാനങ്ങളിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും അവരുമായി ഒരു നിയമയുദ്ധത്തിന് നമ്മൾ നിൽക്കുന്നില്ല. ഒരിക്കലും അവരുമായുള്ള ഒരു തെരുവ് യുദ്ധത്തിന് നമ്മൾ നിൽക്കുന്നില്ല. ഒരിക്കലും അവരുമായുള്ള ഒരു വെല്ലുവിളിയുടെ വാഗ്വാദത്തിന്റെ ഒരു പാളപ്പോരിന്റെ സ്വരത്തിൽ നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മളുടെ ദഅവത്തിന്റെ ശുദ്ധമായ വഴിയിൽ ഒരാൾക്കും തടസ്സമുണ്ടാക്കാതെ, ഒരാളോടും വെല്ലുവിളിയോ വാശിയുടെയോ വർത്തമാനം പറയാതെ പടച്ചതമ്പുരാന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ 10-16 വർഷമായി ആരാണോ പ്രോഫ്കോൺ നടത്തിയത്, ആ പ്രോഫ്കോണിന്റെ സംഘാടകർ ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യവും വർദ്ധിതമായ സാഹചര്യത്തിൽ, വർദ്ധിതമായ അതിന്റെ സൗകര്യങ്ങളോടുകൂടി ഇപ്രാവശ്യവും പ്രോഫ്കോൺ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് ഈ സമയത്തിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ ഭൗതികമായ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടി പുറത്തു വന്നിട്ടുള്ള മതബോധമുള്ള ഇസ്ലാമിക ചിഹ്നങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന, താടി നീട്ടി ഉയർത്തിയ, ഹിജാബ് ധരിക്കുന്ന, 5 നേരവും നമസ്കരിക്കുന്ന, തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്ന, ഖുർആൻ കയ്യിൽ കൊണ്ട് നടക്കുന്ന, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഭിഭാഷകരും മാനേജ്മെന്റ് വിദഗ്ധരുമായ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ കഴിഞ്ഞ 16 വർഷങ്ങൾ കൊണ്ട് പടച്ചുവിടാൻ പടച്ചുതമ്പുരാന്റെ അപാരമായ സഹായം കൊണ്ട് നമ്മുടെ പ്രോത്കോണിന് സാധിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് അപരിഷ്കൃതമായ മതമാണെന്നും ബുദ്ധിയുള്ളവർക്കിടയിലും ശാസ്ത്രലോകത്തും അതിന് സ്വീകാര്യതയില്ലെന്നും ചില ആളുകൾ പുലഭ്യം പറയാൻ തുടങ്ങിയ സമയത്ത് നല്ല ഭൗതിക വിദ്യാഭ്യാസമുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാം എന്താണെന്ന് സത്യസന്ധമായി തുറന്നു പറയാൻ നമ്മൾ സന്നദ്ധമായതാണ് പ്രോത്കോൺ എന്ന പ്രവർത്തനത്തിന്റെ തുടക്കം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നൂറുകണക്കിന് മുസ്ലിം സുഹൃത്തുക്കൾക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാനും ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ തിരിച്ചുവാനും ഇസ്ലാമിന്റെ ശാന്തിയുടെ സന്ദേശം അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അവസരമേകിയ ഒരു വലിയ പരിപാടിയാണ് പ്രോത്കോൺ. മദ്യവും മയക്കുമരുന്നും വൃത്തികേടുകളും തോന്നിവാസങ്ങളും ലൈംഗിക അതിക്രമങ്ങളും ഇന്നത്തെ തലമുറയുടെ വലിയ ശാപമായി മാറുന്ന സമയത്ത് അത്തരം വൃത്തികേടുകളിൽ നിന്ന് മാറി നിന്ന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴിയിലൂടെ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള വലിയ സംരംഭമാണ് പ്രോത്കോൺ. മാതാപിതാക്കളോട് കടമയുള്ള, നാട്ടിനോട് സമൂഹത്തിനോടും ബാധ്യതയുള്ള, തന്റെ തൊഴിലിലും ജോലിയിലും പഠനത്തിലും ആത്മാർത്ഥതയുള്ള ഒരു വലിയ വിഭാഗം പ്രൊഫഷണലുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ആവിഷ്കരിച്ച ഈ പരിപാടി ഇൻഷാ അല്ലാഹ് അത് വിജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് വിജയിക്കേണ്ടത് നാം നിലകൊള്ളുന്ന ആദർശത്തിന്റെ ആവശ്യമാണ്. അത് വിജയിക്കേണ്ടത് നമ്മുടെ നിലപാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും അതിന്റെ പ്രവർത്തനങ്ങളിൽ ബദ്ധശ്രദ്ധരാവണമെന്നും അതിന്റെ കാര്യങ്ങളിൽ ഇടപെടണമെന്നും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണമെന്നും ശാരീരികമായും സാമ്പത്തികമായും അതിനോട് ആവശ്യമായ രൂപത്തിൽ കഴിവിന്റെ പരമാവധി സഹകരിക്കണമെന്നും മാത്രമാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പ്രോത്കോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾ നാട്ടിലോ കുവൈറ്റിലോ മറ്റു രാജ്യങ്ങളിലോ എവിടെയാണുള്ളതെങ്കിൽ പോലും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി നമ്മളുടെ ഇവിടെയുള്ള സ്റ്റുഡൻസ് വിംഗ്
ഇസ്ലാഹി സ്റ്റുഡൻസ് മൂവ്മെന്റ് കിസ്മിന്റെ നേതൃത്വത്തിൽ എംഎസ്എമ്മുമായി സഹകരിച്ച് അതിനുവേണ്ടിയുള്ള കൗണ്ടറുകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തർ ഇടപെട്ട് അതുമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ നിങ്ങളുടെ കൂടെ, ഈ ആദർശ സഹോദരങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ, നിങ്ങളോടൊപ്പം സംവദിക്കാൻ, നിങ്ങളോടൊപ്പം കാര്യങ്ങൾ സംഭാഷണം നടത്തി മുന്നോട്ട് പോകാൻ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകുകയാണെങ്കിൽ നിരന്തരമായ പരിപാടികളും പ്രവർത്തനങ്ങളും പ്രോഗ്രാമുകളും വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി അതിന്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും തങ്ങളുടേതായ റോൾ നിർവഹിച്ചുണ്ടാവും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പയിൻ പരിപാടിയുടെ ഔപചാരികമായ പ്രഖ്യാപനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.